ഡിഫറെൻറ്റ് ലൊക്കേഷനിലാണ്. ഏകദേശം സമ്മറൊക്കെ ഇപ്പോൾ എൻഡ് ആവാനായ ടൈമാണ്. അപ്പം ബീച്ചിൽ വിസിറ്റ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഒരു ആണല്ലോ. അപ്പം നമ്മളിപ്പോൾ ഒരു ബീച്ചിൽ വന്നേക്കാണ്. ഇതിപ്പം ബ്രൈറ്റൺ ബീച്ചാണ്. ജസ്റ്റ് നമ്മൾ എത്തിയതേ ഉള്ളൂ. ഒടുക്കത്ത് വെയിലാണ്, ഒരു രക്ഷയില്ല. നമ്മൾ ജസ്റ്റ് എത്തിയാറുള്ള വ്യൂ ആണ് ഇത് കേട്ടോ. അടിപൊളി വ്യൂ. എടുക്കാം. ഇവിടെ ഉള്ളൊരു കുട്ടി ട്രെയിൻ സർവീസ് ആട്ടോ ഈ ബീച്ചിൽ. ഇതങ്ങനെ കാലിൽ പറിക്കുന്ന സാധനമൊന്നുമല്ല. നല്ല വൃത്തിയില്ലേ. നമ്മുടെ നാട്ടിലെ ബീച്ചൊക്കെ ഞാൻ ഈ സമയത്ത് സ്മരിക്കുന്നു. ഇത് ആഴമില്ലേ? അത് മറ്റേ ബോട്ടിന്റെ ബോർഡില്ലേ. Oh my god, oh my god. പക്ഷേ വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് കുറച്ച് ആൾക്കാർ കുറവാണ്. നോർമലി നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ക്രൗഡഡ് അല്ല. ഞങ്ങൾ പെട്ടെന്ന് എടുത്തൊരു ഡിസിഷൻ ആയതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി പോകുന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് പക്കാ സ്വിമ്മിങ് സൂട്ട് കിട്ടി വരേണ്ട ഒരു വൈബാണ് ഇവിടെ. എല്ലാവരും ഒരു രക്ഷയില്ല, എല്ലാവരും അങ്ങോട്ട് കിടന്ന ആർമതിയാ വെള്ളത്തിൽ. പിന്നെ നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു. അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് 2.5 മണിക്കൂറെത്തി. പക്ഷേ എന്തായാലും ഡെസ്റ്റിനേഷൻ എത്താറായിരുന്നു. നല്ല വൃത്തിയുള്ളത്. പിന്നെ നാട്ടിലെ പോലെ ഇവിടെ പൂഴിയല്ല താഴത്തുള്ളത്. നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന വിചാരിക്കും. പക്കാ ഒരു തെറ്റി വായിച്ചത് ദൈവമേ. ഇത്തവണ മഴ നേരത്തെ എത്തും. പാലക്കാട് താൻ എന്താ കാണിക്കുന്നത്? എന്റെ മാതൃഭൂമിയുടെ നന്ദി പോലെ നമ്മൾ ഇതിൽ നടക്കുന്ന സമയത്ത് ഇവിടെ ഈ പക്കാ ഈ പെബിൾസ് അല്ലാതെയും കുറേ കുത്തുന്ന സാധനങ്ങളുണ്ട്. ലൈക്ക് ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെയാണ് മൊത്തം നടക്കാനുള്ള ഏരിയ ഒക്കെ ഉള്ളത്. അപ്പം നമ്മൾ ബെയർ ഫൂട്ടായിട്ട് നടക്കുകയെന്ന് വെച്ചാൽ നല്ല സുഖമായിരിക്കും. മസാജ് കിട്ടുന്ന പോലത്തെ ഉണ്ടാവും കാലിന്. ചെറിയ കുത്തലും അതൊക്കെ ഉണ്ടാവും. അപ്പം ഒരു ചപ്പലൊക്കെ ആയിട്ട് വരാൻ വെച്ചാൽ കുറച്ച് നല്ലതായിരിക്കും തോന്നുന്നു അല്ലേ? നടക്കാൻ നല്ല ചെരുപ്പിടാതെ നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാലിൽ നമുക്ക് കുത്തി ഇങ്ങനെ കയറുകയൊക്കെ ചെയ്യുന്നു. മേ ബി മുറിയാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ ചെരുപ്പിടാണ്ട് നടന്നാലുള്ള ബുദ്ധിമുട്ട്, കാലിന് എന്തെങ്കിലും കൊള്ളാനോ കീറാനോ ഉള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ വരുന്ന ആൾക്കാർ മാക്സിമം ചെരുപ്പോ ഷൂസോ ഒക്കെ ആയിട്ട് തന്നെ വരിക. ഇവിടെ ചെരുപ്പില്ലാതെ നടക്കാൻ ശ്രമിക്കേണ്ട, നല്ല പണി കിട്ടും, സാധ്യതയുണ്ട്. വെള്ളത്തിൽ ഇറങ്ങുമ്പം പോലും ആ സൈഡ് പോലും നമുക്ക് ഷൂ ഇല്ലാണ്ട് നിൽക്കുമ്പോൾ നല്ല പെയിൻഫുള്ളാണ് മൂവ് ചെയ്യുമ്പോൾ. പക്ഷെ കടലിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തില്ല. പുറത്തുനിന്ന് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതുപോലെ ചെലങ്കിട്ട് നടക്കുന്ന ഒരു ഫീലാണ് ഇത് കൂടെ നടക്കുമ്പോൾ. ചില്ലെന്ന് പറഞ്ഞിട്ടുള്ളത് എന്താ ഇന്ത്യൻ ഫുഡിൻ്റെ മാത്രം ആ ഒരു ചെറിയൊരു ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സിഗ്നലൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ സിഗ്നൽ. ഒരു ട്രെയിൻ ഉണ്ടോ? താങ്ക് യു. ഇത് ഇവരുടെ സ്പേസ് ആട്ടോ. കൊള്ളാല്ലേ? ഇതൊരു മിനി ഗോൾഫ് സെറ്റപ്പ് പരിപാടിയാട്ടോ.
അപ്പോൾ ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കിഡ്സിന് 5ഉം അഡൾട്ട്സിന് 6ഉം ആണ്. അപ്പോൾ ഫാമിലി ടിക്കറ്റ് 20 ഫോർ പീപ്പിൾ. അപ്പോൾ ആൾക്കാർ ഇവിടുന്ന് ഗോൾഫ് കളിക്കുന്നത് നല്ല അടിപൊളി എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും ഇവിടെ ഉണ്ട് അല്ലേ? എല്ലാ കാര്യങ്ങളും ഒരു ഡേ കംപ്ലീറ്റ്ലി ഇവിടെ വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം. അത്രയും എക്സ്പ്ലോർ ചെയ്യാനുള്ള സംഭവങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. അവിടെ കണ്ടോ ഒരു മിനി പാർക്ക് സെറ്റപ്പ്, അതാ റൈഡ്സ് ഒക്കെ ഉണ്ട് അവിടെ കുറേ. ഓക്കെ, നമ്മൾ പോകെ കാണിച്ചു തരാം. ഇതൊരു എൻ്റർടൈൻമെൻറ്റിന് പറ്റിയ സംഭവമാണ്. സിറ്റിംഗ് ഇവിടെ ഉണ്ട്. അഡൽട്ട്സിന് വരുന്നത് എനിക്ക് തോന്നുന്നു 18 പൗണ്ടാണെന്ന് തോന്നുന്നു. ആസ് പെർ സിംഗിൾ റൈഡ് ആണെങ്കിൽ 18, ഡുവൽ ആണെങ്കിൽ 32 പൗണ്ട് വെച്ചിട്ടാണ് വരുന്നത്. അവർ വേണേൽ വീഡിയോ റെക്കോർഡ് ചെയ്ത് തരും. ഫുൾ ഓപ്ഷൻ ഉണ്ട്. സംഭവം പൊള്ളിയില്ലേ? ഫുഡ് കഴിക്കണം ഇവിടെ തന്നെ സ്ഥലമുണ്ട്. ഇവിടുത്തെ മെയിൻ എല്ലായിടത്തും കാണുന്നത് ഫിഷ് ആൻഡ് ചിപ്സ് മാത്രമാണ്. വേറെ ഫുഡൊന്നും ഇവിടെ ബർഗറുണ്ട്. ഫിഷ് ആൻഡ് ചിപ്സ് ചെറുതായിട്ട് നമ്മൾ സാപ്പിടാൻ വേണ്ടി വന്നേക്കുവാണ്. ഇവിടുത്തെ എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥലത്തും ഉള്ളൊരു സാധനം ഫിഷ് ആൻഡ് ചിപ്സും പിന്നെ ഓൾവേസ് അവൈലബിൾ ആയിട്ടുള്ള ബർഗേഴ്സും ഉണ്ട്. അപ്പം നമ്മൾ ഇവിടുത്തെ അതും 2 ഐറ്റംസാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമുക്ക് സ്ഥിരമായിട്ട് എവിടെയെങ്കിലും പോയാൽ ഇപ്പം നമ്മളൊരു പുതിയൊരു ശീലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാഗ്നറ്റ്സ് എന്തോ നോക്കുന്നത്. ബട്ട് ഇത് നമ്മൾ ഉത്സവപ്പറമ്പിൽ പോയാൽ കുറേ സംഭവങ്ങൾ ഉണ്ടാവില്ലേ? ഇതും മെയിൻ അതൊക്കെ തന്നെ. ഫിഷ് ആൻഡ് ചിപ്സ് ആൻഡ് പിന്നെന്തോ ഐസ്ക്രീംസ്, ഫോട്ടോ ബൂത്ത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ അഡൽട്ട്സ് നമ്മൾ 2 പൗണ്ട് കൊടുക്കണം. എന്താ സംഭവം എന്ന് അറിയില്ല. നമ്മൾ ഉള്ളിൽ പോയി നോക്കണം. ഇതിനുള്ളിൽ അതെ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ അവിടെ പേ ചെയ്താൽ നമുക്ക് റെസിപ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കിട്ടില്ല. അവർ ചുമ്മാ കയറി പോയിക്കോളാൻ പറയും. അപ്പം വേറെ വഴി കൂടെ കയറാൻ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ തേർഡ് സാധനം കിട്ടിയിട്ടുണ്ട്. അതെവിടെയാ? അതേതാ സാധനം? വേറെ നല്ലുണ്ടോ നോക്കി. 4.5 പൗണ്ട്. വേറെ ഉണ്ടോ? 4.5 പൗണ്ട് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലോ? വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ക്രൗഡഡ് ആയില്ലേ ഏരിയ? അത്യാവശ്യം ആൾക്കാരായല്ലോ ഇപ്പൊ തന്നെ. പൈസ ഉണ്ട്, ഇത്രയും പൈസ ആൾക്കാർ ഇട്ടതാണ്. ഒരു സാധനം പോലും നേരത്തെ വേണ്ടിയിട്ട് അവർക്ക് കിട്ടിയില്ല. എല്ലാം ടെമ്പറ്റാൻ വെക്കണം, പക്ഷെ ഒന്നും കിട്ടില്ല. എല്ലാം നമ്മൾ കിട്ടിയത് ഇതൊക്കെ ഉണ്ടോ? സെറ്റൊക്കെ നിൽക്കണം. ഇത് കളിക്കാൻ 10 രൂപ. സംഭവം ഇത് സെയിം സാധനം തന്നെ. എല്ലാം സെയിം ആണ്. അതിനാണ് കിട്ടുന്ന ആൾ താഴെ വല്ലതും കിട്ടുമോ? രണ്ട് കളിയായിരിക്കും.
അതൊന്ന് പോകത്തണേ കഴിഞ്ഞോ? ഇതെന്ത് സംഭവം എന്നറിയോ? ഒറ്റ ഞെക്കിൽ അങ്ങോട്ട് പോകണം. അതെടുത്തോ. ഇത് നമ്പർ എന്താ അറിയോ? നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് മൂവ് ചെയ്യൂല. കഴിഞ്ഞോ? ഇത് ഞെക്കിയാല് അങ്ങോട്ട് പോകും, ഇത് ഞെക്കിയാൽ ഇങ്ങോട്ട് പോകും, താഴോട്ട് പോകും. അങ്ങനെ എന്തോ സെറ്റപ്പാണ്. വിശക്കാരിയായോള്. എന്താ അങ്ങനെ അത് നടന്ന് നമ്മൾ ഓൾമോസ്റ്റ് അതിൻ്റെ എൻഡിലെത്താനായി. കുറേ ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ സെൻറ്ററിലായിട്ട്. അങ്ങനെ അതിനാ നമ്മളൊരു ഷേക്ക് കഴിച്ചേ, പക്ഷെ ഒരുമാതിരി മത്തേഷ് ആവുന്ന അവസ്ഥ. അജാതി മധുരം. കറങ്ങി അവിടെ വീഴും. ഇവിടെ അടിപൊളി ഒരു ദിവസം വന്നാൽ രാത്രി വരെ രാത്രി നൈറ്റ് വൈബ് ഇവിടെ പൊളിയായിരിക്കും. അത് ശരിയാ. പ്രത്യേകിച്ച് ഈ ബീച്ചിന്റെ നോക്ക് വാട്ടറിന്റെ സെന്ററിലൊക്കെ ആയിട്ടാണ് വരണേ. അപ്പൊ ലൈറ്റും കൂടി വരുമ്പോ പൊള്ളിയായിരിക്കും അല്ലേ? അതോ നീ പറഞ്ഞ കറങ്ങുന്ന സാധനം നേരത്തെ. ഓ ബേബി സാധനം. എവിടെ? Oh my god. Let's go. ലാസ്റ്റ് ആംബുലൻസിന്റെ നിലവിളി ശബ്ദമൊക്കെ വരുമോ? എന്ത് സംഭവിച്ചെന്നൊരു പിടുത്തമില്ല. ഇതാണ് ആ സാധനം. എന്റെ ദൈവമേ, ഞങ്ങൾ വിചാരിച്ച നാട്ടില് നമ്മള് ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ നോർമലി ഒരു ഇതിൽ പോകില്ലേ, ഇതൊരു രക്ഷയില്ല. ഫസ്റ്റ് പോകുമ്പോ തന്നെ ഒരു മിനിമം ഒരു സ്പീഡൊക്കെ കുഴപ്പമില്ല. ഇത് വലിച്ചെടുത്തോണ്ട് പോകുന്ന പിന്നെ തലകുത്തനിട്ട് മറക്കുമ്പോ അയ്യോ കരയാനും വിളിക്കാനൊന്നും സമയം കിട്ടിയില്ല. എനിക്ക് പരിധി വരെ റൈഡൊന്നും വലിയ പ്രശ്നമില്ലാത്തായിരുന്നു. പക്ഷെ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം, അടിപൊളിയാ. പക്ഷെ എൻ്റെ അമ്മ അതൊക്കെ ഇറങ്ങിയില്ല പോകുന്നുണ്ട്. ആദ്യത്തെ ആ പുകയൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഓക്കെ ആണെന്ന്. ഒരവസ്ഥയായിരുന്നു മക്കളെ, അവസ്ഥ. ഇവിടെ ഫുള്ളും മറ്റേ നിലവിളി ശബ്ദം മാത്രമേ കേൾക്കാറുള്ളൂ.
അല്ലടോ. എങ്ങനെയുണ്ടല്ലോ? ഇല്ല മോൾ ബാക്കിലാണ്. അതായത് മോളിലൊന്നും ഒന്നും പേടിക്കാനില്ല, ഒന്നുമില്ല. ലാസ്റ്റ് റൗണ്ട് വരുമ്പോ മൊത്തം ഇരുട്ടത്ത് ഒരു സാധനം അത് എക്സ്പെക്ട് ചെയ്യാണ്ട് പോകുമ്പോൾ പെട്ടെന്ന് വന്ന് എന്തെങ്കിലും തട്ടുമ്പോ ഉള്ളൊരു ഇത് മാത്രം. അത് നൂലില്ല മോളിൽ കെട്ടിട്ട് കറുത്ത നൂല് നമ്മൾ കാണൂലല്ലോ. അപ്പൊ പെട്ടെന്ന് മുമ്പിൽ ഇരുട്ടത്ത് വരുമ്പോൾ ആ ഒരു ഞെട്ടൽ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ താഴെ വരുമ്പോൾ ആകെ ഉള്ളത് കണ്ടൊന്ന് പേടിക്കണം. താഴെ ബെഡിൽ ഒരു സാധനം ഇങ്ങനെ എണീച്ച് വരും. പിന്നെ പുറത്തുനിന്ന് വരുന്ന സമയത്ത് നമ്മൾ അടുത്തുനിന്ന് ഒരു സാധനം ഇങ്ങനെ കുളിക്കും. പിന്നെ വേറൊന്നും നമ്മളിങ്ങനെ നേരെ ഒരു സാധനം വരും, അത്രേ ഉള്ളൂ. ഒന്നുമില്ല. പിന്നെ സൗണ്ടാണ്, വേറൊന്നുമില്ല കാര്യം. നിനക്കൊക്കെ സുഖമായിട്ട് വരായിരുന്നു. ഇരുട്ട് പേടിയാ. എന്തല്ലേ വ്യൂ. വാവ്. ഇത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്ക് ചെയ്യാൻ പറ്റിയാലോ. കളി കണ്ടിട്ട് തോന്നുന്നു. അപ്പൊ വളർത്ത് പോകും, എന്നിട്ട് നമുക്ക് അവനെ കൊണ്ട് പേടിപ്പിക്കാം. നമുക്ക് പോയി വളർത്ത് കളിക്കാം. ഇതാണ് വേറൊരു സൈഡിലുള്ള വ്യൂ കേട്ടോ. എനിക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇത് കാണുമ്പോൾ ചില വീഡിയോസ് ഒക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ കരയിൽ മീനൊക്കെ അടിഞ്ഞിട്ടുള്ള കുറേ അതുപോലെ ഉണ്ട്. അത്രയും ആൾക്കാർ, ഒരു രക്ഷയില്ല. ഓരോന്ന് ചാടുന്നത്. ഇതിനൊക്കെ ആഴുണ്ടാവില്ലേ? എന്തായാലും പൊള്ളി വ്യൂ, നല്ല സുഖം. So next electric railway. ഇത് നടക്കാൻ വയ്യ. സോ ട്രെയിനിൽ ടിക്കറ്റ് പ്രൈസ് ഇതാട്ടോ. ഇത് കാണുന്നില്ലല്ലോ. അതേഴ്സിന് സിംഗിൾ ആണെങ്കിൽ 520 അല്ലേ? ഫുൾ റൂട്ടും ഹാഫ് ഡേ പകുതി ചെറുക്കി വിടും. ഹാഫ് ഡേ ആണെങ്കിൽ 330. സത്യം പറഞ്ഞ ഹലോ, നമ്മൾ ട്രെയിനിൽ പോകുന്നത്. അയ്യോ എവിടെ എവിടെ ഇതോ നമുക്ക് തിരിച്ചു വരണം. 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യണം. കാലൊക്കെ അവിടെയും നടന്ന് സൈഡായി. അയ്യോ അവനെത്തിപ്പോയി ഗൈസ്. അവൻ വരികയാണ് മറ്റേ ചോക്ലേറ്റ് സിനിമയിൽ. അവനെത്തിപ്പോയി. എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാം ഫുള്ളായി പോകും. ഞങ്ങളൊരു പൊട്ടത്തരം കാണിച്ചു. ഞങ്ങൾ ഉള്ളിലിരുന്ന് കുളുകുളായിട്ട് ഇരുന്നപ്പോഴേക്കും ആൾക്കാർ ഇവിടെ ക്യൂ നിന്നു. നമ്മൾ ലാസ്റ്റ് ആയി ഫസ്റ്റ്. എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ബെല്ലടിക്കുന്നത്? ഓക്കേ ബൈ ബൈ. ഇതിനൊരു വല്ലാത്തൊരു സൗണ്ട്. വണ്ടി വിട്ടെ. അയ്യോ ഞങ്ങള് അങ്ങനെ ഒന്നും കൂടി ഒന്ന് വള്ളത്തിലിറങ്ങാൻ വേണ്ടി തന്നെ. ഇവിടെ തന്നെ ആരുമില്ല. കുറച്ചും കൂടി ഒന്ന് ഫ്രണ്ടിലേക്ക് നടന്നാൽ അയ്യോ. ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ. ഫുൾ ആൾക്കാരാണ്.
വെള്ളം കുറെ ഇങ്ങോട്ട് കയറിയിട്ടുണ്ടോ? ഓ നല്ല ബ്ലൂ കളർ ഓണം കയറി നമുക്ക് നൈറ്റായിട്ട് പോയല്ലോ.